ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങളാണ് കിഫ്ബി പദ്ധതിയിലൂടെ ഉണ്ടായത് എന്ന് മന്ത്രി ആർ ബിന്ദു. സർവകലാശാലകളുടെയും സർക്കാർ കോളേജുകളുടെയും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി സഹായകരമായി എന്ന് മന്ത്രി പറഞ്ഞു. കിഫ്ബി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള വമ്പിച്ച മുന്നേറ്റത്തിനാണ് കളമൊരുക്കിയത്. സർവകലാശാലകളിലെല്ലാം സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡ് ലൈബ്രറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടിയ അക്കാഡമിക് ബ്ലോക്കുകളും എല്ലാ സൗകര്യങ്ങളും ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളുമെല്ലാം ആധുനിക മുഖഛായയോടെ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമായിട്ട് കരുതുകയാണ്. കേരള സർവകലാശാലയ്ക്ക് 145.30 കോടി, മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് 172.87 കോടി, കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് 139.06 കോടി, കണ്ണൂർ സർവകലാശാലയ്ക്ക് 93.82 കോടി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് 268 കോടി എന്ന നിലയിലാണ് സർവകലാശാലകൾക്ക് കിഫ്ബി തുക അനുവദിച്ചത്. ഗവൺമെൻറ് കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും വലിയ നിലയിൽ കിഫ്ബി സഹായിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നടവരമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 7 കോടി രൂപ ചെലവിൽ ഒരു പ്രധാന കെട്ടിടം കിഫ്ബിയിലൂടെ പണി തീർക്കാൻ സാധിച്ചു. കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി സംസ്ഥാനത്തെ 7 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 115.33 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുണ്ട്. 8 പോളിടെക്നിക് കോളേജുകളിലായി വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് 53 കോടി 6 ലക്ഷം രൂപ കിഫ്ബി മുഖാന്തരം വിനിയോഗിച്ച് ഏറ്റവും നല്ല നിലയിലുള്ള കെട്ടിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കരുവന്നൂർ കാട്ടൂർ റോഡ് 12 കോടി, ചാത്തൻ മാസ്റ്റർ റോഡ് 10 കോടി, പറയങ്കടവ് പാലത്തിന് 26 കോടി 68 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്.